പീഡനാരോപണത്തിൽപ്പെട്ട് രാഹുൽ, ഉപതെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി ഷാഫി, രൂക്ഷമായ വിമർശനങ്ങളിൽ അടിപതറി യൂത്ത് നേതൃത്വം, കലങ്ങിമറിഞ്ഞ് കോൺഗ്രസ് രാഷ്ട്രീയം. ഇത് ഷാഫി രാഹുൽ കൂട്ടുകെട്ടിന്റെ അന്ത്യം. പീഡനാരോപണത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനു പിന്നാലെ പാലക്കാട് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കും ഷാഫി പറമ്പിൽ MP-ക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ഇരുവരും പ്രദേശത്ത് പോക്കറ്റ് അടിക്കാരെ പോലെ പെരുമാറിയെന്നും ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് എത്തിയത് വലിയ ഫണ്ടാണെന്നും എന്നാൽ ആ തുക എവിടെ പോയി എന്ന് വ്യക്തമാക്കണമെന്നുമുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും ഉയർന്നു വരുന്നത്. MLA ആയതിനു പിന്നാലെ രാഹുൽ ആഡംബര കാർ വാങ്ങിയത് സംബന്ധിച്ചും സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എതിർത്തത് അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നുവെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. യുവനടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമാകുന്നതിനിടെ അദ്ദേഹത്തെ എല്ലായ്പ്പോഴും സംരക്ഷിച്ചിരുന്നതും പിന്തുണച്ചിരുന്നതും ഷാഫി പറമ്പിലാണെന്ന ആരോപണത്തിനും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഷാഫിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും അദ്ദേഹം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ദില്ലിയിലെ ഫ്ളാറ്റിൽ ആരോടും പ്രതികരിക്കാതെ ഒളിവിൽ കഴിയുകയും പാർലമെന്റിലേക്ക് പോവാതിരിക്കുകയുമാണ് അദ്ദേഹം. മാധ്യമങ്ങൾ പ്രതികരണത്തിനായി ശ്രമിച്ചെങ്കിലും ഷാഫി മാധ്യമങ്ങളോട് മുഖം കാണിക്കാതെ വൈകുന്നേരത്തോടെ ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് മുങ്ങുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരായ പടനീക്കം പാർട്ടിക്കുള്ളിൽ ശക്തമായത്. പാലക്കാട്ടെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒരു വിഭാഗം ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട്. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് ഷാഫിയാണെന്നും പരാതികൾ അറിയിച്ചിട്ടും പ്രതികരിക്കാതെ അദ്ദേഹം കൈവിടുകയാണെന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതോടെ പാലക്കാട് കോൺഗ്രസിൽ വലിയ ആഭ്യന്തര കലഹമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. രാഹുൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP-യും DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധ മാർച്ചുകളും റാലികളും നടക്കുന്നുണ്ട്. മഹിളാ മോർച്ച പ്രവർത്തകർ കോഴികളുമായി MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞത് ഉന്തിലും തള്ളിലുമാണ് അവസാനിച്ചത്. DYFI പ്രവർത്തകർ MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയും രാഹുലിന്റെ ഫ്ലെക്സിൽ കരി ഓയിൽ ഒഴിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പറവൂരിലുള്ള ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിലാണ് അവസാനിച്ചത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ത്രിതല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ രാഹുലിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന വിവാദം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നത് വഴി മറ്റുള്ളവരുടെ സാധ്യത ഇല്ലാതാക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്ന വികാരം മുഖവിലക്കെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കേണ്ടി വരിക വലിയ തിരിച്ചടി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.